ഞാനിന്ന് ഒരു സ്പെഷ്യൽ കൂട്ടാൻ ഉണ്ടാക്കാൻ പോവാട്ടോ. ഇത് കുമ്പളങ്ങ മാങ്ങ മോരുകറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇതേപോലെ ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ എടുത്തിരിക്കുന്നത്, ചെറിയൊരു കഷ്ണം മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുമ്പളങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ കുറച്ച് വലിയ പീസസ് ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇപ്പോൾ മാങ്ങ സീസൺ ആയിട്ടില്ലല്ലോ, അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ചെറിയ രീതിയിലൊന്ന് ചനച്ച് വന്നിട്ടുണ്ട്, അപ്പോൾ അധികം പുളിയില്ല. അപ്പോൾ അതും ഇതേപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് ഇത് രണ്ടും ഇട്ടിട്ട് അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും കൂടെ ഇട്ടിട്ട് ഇതിൻ്റെ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു പിടി തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം, 3 വറ്റൽമുളക്, 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അല്പം വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ ഇത്തിരി തെരുതെരുപ്പായിട്ടാണ് ഞാൻ നല്ല രീതിയിൽ അരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെന്ത് വരുന്നതിൻ്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചു, നമ്മുടെ വെണ്ടയ്ക്കയും മുട്ടയും കൂടിയിട്ട് ഒരു ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെണ്ടയ്ക്കയുടെ വിഷാംശം കളയാനായിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് വെള്ളത്തിൽ ഒരു 10-20 മിനിറ്റ് നേരം വെക്കും കേട്ടോ. അതിന് ശേഷം നന്നായി കഴുകി എടുത്തിട്ടാണ് പിന്നെ പച്ചക്കറികൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇതാ ഇത്തിരി കട്ടിയിലാണ് ഞാൻ അരിയുന്നത് വെണ്ടയ്ക്ക. വല്ലാണ്ട് നൈസായിട്ട് അരിയേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ എല്ലാ വെണ്ടയ്ക്കും ഞാൻ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ സബോള ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളുടെ സബോളയും വെണ്ടക്കായും അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും നമ്മുടെ എരിവിനാവശ്യമായിട്ടുള്ളത്, അധികം എരിവിടുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു 1/4 സ്പൂൺ മാത്രമാണ് ഇട്ടിട്ടുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി വയ്ക്കാം. വെണ്ടയ്ക്ക് എപ്പോഴും വേവിക്കുമ്പോഴേ നമ്മൾ മൂടി വെച്ച് വേവിക്കരുത്, കാരണം അതിൻ്റെ വഴുവഴുപ്പ് ഇങ്ങനെ പുറത്തേക്ക് വരുമല്ലോ. അപ്പോൾ നമ്മളിത് എപ്പോഴും തുറന്ന് വെച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് നമ്മൾ ഫ്രൈ ആക്കി എടുക്കാൻ പോണത്. അപ്പോൾ ഇത് അവിടെ ഇരിക്കട്ടെ കേട്ടോ. അതിൻ്റെ ഇടയിൽ കുമ്പളങ്ങയും മാങ്ങയും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തേങ്ങയുടെ കൂട്ടൊന്ന് വെന്ത് വരണം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം. മൂടി വയ്ക്കൊന്നും വേണ്ട. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ചുകൂടെ വെളിച്ചെണ്ണ വെണ്ടയ്ക്കുപ്പേരിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം പെട്ടെന്ന് ഇത് അടി പിടിക്കുന്ന ഒരു പാത്രം ആയതുകൊണ്ടാണ് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണയിലും മുരിഞ്ഞു വരുന്നത് അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ തേങ്ങ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഇടയ്ക്കൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ തൈര് ചേർക്കും. അപ്പോൾ ഞാനിവിടെ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുള്ള തൈരാട്ടോ. അപ്പോൾ തൈര് ഇത് ഫുള്ള് ഞാൻ ഉപയോഗിക്കാൻ പോവാണ്. അപ്പം ഒഴിക്കാനായിട്ട് ഞാനിവിടെ ഒരു 2 വലിയ സ്പൂണോളം തൈര് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇതിൽ നിന്ന്. പിന്നെ ഇത് നമ്മളുടെ കുമ്പളങ്ങ മാങ്ങ കറിയിലേക്ക് ചേർക്കാനുള്ളതാണ്. അപ്പം ഞാനിവിടെ ഒരു 3.5 സ്പൂണോളം തൈര് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന്, നിങ്ങൾക്ക് കട്ട തൈരാണെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചോളൂ, ഇല്ലെങ്കിൽ സ്പൂൺ വെച്ച് ബീറ്റ് ചെയ്താൽ മതി. കട്ടയൊന്നും വേണ്ട ഇതിലൊഴിക്കുമ്പോൾ. അപ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി നമ്മുടെ തൈര് ലൂസായതുകൊണ്ട് ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് അതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ തൈര് ഒഴിച്ചിട്ടുണ്ട്. തൈര് ഒഴിച്ച് ഒരു 10 സെക്കൻഡിൽ തന്നെ ഞാൻ തീ ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതിയേ. അപ്പോൾ തൈര് കയ്യിൽ സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ താളിച്ചിടാൻ പോവാണ്. അപ്പോൾ കടുകും വറ്റൽമുളകും കൂടിയിട്ട് താളിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒപ്പം ഒരു 2 കറിവേപ്പിലയും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഈ കറി. കുമ്പളങ്ങ മാങ്ങ മോരുകറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള മോരുണ്ടല്ലോ, അത് ഞാൻ മോരുവെള്ളമാക്കാന്ന് വെച്ചിട്ട് അല്പം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും പിന്നെ കാന്താരി മുളകും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ മിക്സിയിലേക്ക്. അതിലേക്ക് ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചിട്ട്
കുറച്ചും കൂടെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ബാക്കിയുള്ള ആ കുപ്പിയിലുണ്ടല്ലോ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അടിച്ച് കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. അപ്പം ഞാൻ അവിടെ മോര് അടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വേറൊരു ടംബ്ലറിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ആ കുപ്പിയിൽ നമ്മൾ ഇട്ടിട്ടില്ലേ അതിലാണ് ഈ ക്രീമൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മോര് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വെണ്ടക്കായ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ വെണ്ടക്കായയിലത്തെ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ മുട്ട ഒഴിച്ചപ്പോൾ ഞാൻ വേറെ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിട്ടുള്ളൂ. അത് നന്നായിട്ട് ചിക്കി എടുക്കാൻ വെക്കാം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഊണിനുള്ളതൊക്കെ കാലമായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒഴിച്ച് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 2 വലിയ സ്പൂൺ തൈരുണ്ടല്ലോ അത് ഞാൻ ഈ കുപ്പി കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പാടം മാറ്റിയിട്ട് അതിലേക്ക് ചെറു ചൂടുള്ള പാല് തിളപ്പിച്ചത് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ആ കുപ്പി ഒന്ന് വട്ടം കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തൈര് എല്ലാ സ്ഥലത്തേക്കും പിടിച്ചോളും. എന്നാൽ പിറ്റേ ദിവസത്തേക്ക് അത് ഫെർമെൻ്റ് ആയിക്കോളും. പിറ്റേന്ന് ഒരു 8 മണി 9 മണി ആകുമ്പോഴേക്കും റെഡി ആവട്ടെ. ഞാനത് ഉച്ചയ്ക്ക് കലക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും തൈരും റെഡിയാവും. അപ്പോൾ ഇതാ നമ്മളുടെ വെണ്ടയ്ക്ക മുട്ട ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാട്ടോ, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കറിയാണ്. പിന്നെ നമ്മുടെ കുമ്പളങ്ങ മാങ്ങ മോര് കറിയും മോരും വെള്ളം റെഡി ആയിട്ട്